അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. കൊടുവള്ളിയിലാണ് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഒരുപാട് പ്രയാസങ്ങളാണ്, ഒരുപാട് വിഷമങ്ങളാണ് എല്ലാവർക്കും. ഒരുപാട് വിഷമങ്ങളുമായി ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് ഉമ്മമാർ വന്നിട്ടുണ്ട്, കുറച്ച് ഉപ്പമാരും വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു 20 മിനിറ്റിൽ ഒരു ലൈവ്. ഇവർ കുറേ നേരമായി വന്നിട്ടില്ലേ? കുറേ നേരം ആയിക്കണ. കുട്ടികളെ സ്കൂൾ പറഞ്ഞയച്ച് പരീക്ഷയാണ് ഓരോരുത്തർക്കൊക്കെ. കുട്ടികളെ സ്കൂളൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഞാൻ ലൈവ് ഇടണ്ടാന്ന് ഉദ്ദേശിച്ചാണ്. എല്ലാവരും പറയും ഞങ്ങൾക്ക് ദുആ വേണം, നിങ്ങളൊരു ദുആയും വേണമെന്നാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഒരുപാട് 2 മണിക്കൂറോളം യാത്ര ചെയ്ത് കൊടുവള്ളി പുത്തലത്ത് പറമ്പിൽ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ലൈവ് ഇടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ ഒരുപാട് പേര് വിളിച്ചിട്ട് പറയാം നിങ്ങളൊരു ദുആ വേണം, എന്തായാലും ഞങ്ങളുടെ ദുആ വേണം, തങ്ങൾപ്പാൻ്റെ ദുആ ഉണ്ട്, എന്നാലും നിങ്ങളൊരു ദുആ വേണമെന്നാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് രോഗികൾ. ഒരു സഹോദരി വിളിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഉമ്മ കിടപ്പിലാണ്, പ്രത്യേകം ദുആ ചെയ്യണം, പിന്നെ ഓക്സിജൻ്റെ കുറവ്, മക്കൾ നന്നാകാൻ വേണ്ടി കടങ്ങൾ വീടാൻ വേണ്ടി ഒരു ഉമ്മ വിളിച്ചു. ഒരുപാട് തങ്ങന്മാരെ പോയി കൊണ്ടു, ഒരുപാട് പ്രാവശ്യം കണ്ടു, ഫലം കിട്ടിയിട്ടില്ല. അപ്പോൾ അള്ളാഹുവാണ് നിങ്ങൾക്ക് ശിഫ തരുന്നതും നിങ്ങൾക്ക് ഫലങ്ങൾ തരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫضل നൽകുന്നത്, നിങ്ങൾക്ക് സന്തോഷം നൽകുന്നത് അള്ളാഹുവാണ്, തങ്ങന്മാരല്ല, അള്ളാഹുവാണ്. നമ്മൾ നിമിത്തമാകുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. നമ്മൾ ചൊല്ലാൻ കൊടുക്കും, നമ്മൾ പറഞ്ഞ കുറേ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കും. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഫضل പറയാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ. എല്ലാവരെയും അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്, മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. കിട്ടുന്നതിൽ ബർക്കത്തേ ഇല്ല, മക്കൾ കേടുവരാ. മൂല്യന്മാർ വരെ നിസ്കരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. തങ്ങന്മാർ മൂല്യന്മാർ വരെയാണ്. അത്രയും അധംപതിച്ച് പോയി നമ്മൾ. ഇപ്പോൾ മൊബൈലിൻ്റെ ഫിത്തനയിൽപ്പെട്ടാണ്. ഇപ്പോൾ ഗ്രൗണ്ടിലൊന്നും കളിക്കാൻ കുട്ടികളില്ല എന്നാണ്, ഒക്കെ മൊബൈലിലാണ്. വീട്ടിൽ പുറത്തിറക്കാത്ത മക്കളാണ്. ആദ്യം ഒരു ഗ്രൗണ്ടിൽ ഒരു ബോളും ഉണ്ടാകും, 10-30 ആളും ഉണ്ടാകും. ഇന്ന് 10-30 ബോളും ഉണ്ട്, 2 ആളും ഉണ്ടാകും. നേരെ തിരിച്ചായി. അപ്പോൾ മൊബൈലിൻ്റെ ഫിത്തനയാണ്. ഇപ്പം ഇന്നൊരുമ്മ വിളിച്ചു, രാത്രി മൊബൈൽ ഫുള്ള് മൊബൈലിലാണ് കളി, പകൽ കടന്നുറങ്ങാം, പഠിക്കാൻ പോകുന്നില്ല എന്ന്. കൊല്ലത്തുനിന്ന് ഒരുമ്മ വിളിച്ചിരുന്നു. അവരെ ഭർത്താവ് ഉടുപ്പിയിൽ വന്ന് കണ്ടിരുന്നു.